പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. അതിൽ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ തുറക്കില്ല, ഒരു കപ്പലിന് ഏതാണ്ട് 20 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് അതിലേക്ക് കടന്നു പോകാൻ. ഇന്ത്യ കർക്കശമായി തന്നെ അതിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 20 ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല, ഞങ്ങൾ ഇതിനു മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുകയുള്ളൂ, ഞങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളുടെ നിയമം പാലിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിലിരിക്കുന്ന ഇന്ത്യക്കാരെല്ലാം തന്നെ ഉടനെ നാട് വിടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഒരു അവസരമായി കണക്കാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ എത്രയും വേഗം ഇറാൻ വിട്ട് ഇന്ത്യയിലേക്ക് വരണം എന്നുള്ള പ്രഖ്യാപനവും കൂടി ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇറാൻ യുദ്ധം അവസാനിച്ചില്ലേ, കാരണം അവസാനിച്ച മട്ടിലാണ് പല ആൾക്കാരും വാർത്തകൾ കൊടുക്കുന്നത്. പക്ഷെ യുദ്ധം അവസാനിച്ചിട്ടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ടെമ്പററി സീസ് ഫയർ ആണ്, ജസ്റ്റ് ഒരു 14-15 ദിവസത്തേക്ക് വേണ്ടി മാത്രം എടുത്തൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിലാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. എനിവേ നടക്കട്ടെ. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളിൽ ഒരു കൺസോളിഡേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ ഒരു 5 പോയിന്റുകൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 5 പോയിന്റുകളിൽ ഒരിക്കലും ഒരു കൺസോളിഡേഷൻ നടക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു 5 പോയിന്റുകൾ ഇവിടെയുണ്ട്. ആ പോയിന്റുകൾ നമുക്കൊന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഈ പോയിന്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പരിപാടിയല്ല. ഇത് നമ്പർ 1 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഇപ്പൊ ഇന്ത്യ 20 ലക്ഷം രൂപ ഒരു കപ്പലിന് മേളിൽ താരിഫ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ പല രാജ്യങ്ങളും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ അടുത്ത് ഡിപ്ലോമാറ്റിക്കലി ചർച്ചകൾ മുന്നോട്ട് നീക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെടാൻ പോകുന്നത്. ഇനി പാകിസ്ഥാന്റെ ഗതി അതോ ഗതിയാണ്. പലരും വിചാരിക്കുന്നത് പാകിസ്ഥാൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മീഡിയേഷൻ നടത്തി എന്തൊക്കെയോ സാധിച്ചു എന്ന മട്ടിലൊക്കെയുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അമേരിക്കയുടെ പപ്പറ്റാണെന്നുള്ളതിന്റെ തെളിവ് സഹിതമുള്ള രേഖകൾ ഇന്ന് മീഡിയയിൽ അവൈലബിൾ ആണ്. അതായത് അമേരിക്കയിൽ നിന്നും ടൈപ്പ് ചെയ്ത് കൊടുത്ത സെയിം മെസ്സേജ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ട്വിറ്റർ മെസ്സേജ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്. ഇനിയിപ്പം ഒരു പ്രൈം മിനിസ്റ്ററാണ്, പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി ടൈപ്പ് ചെയ്തതാവാം എന്നുള്ള നിലയിലൊക്കെയുള്ള വാദങ്ങളൊക്കെ നിരത്താമെങ്കിലും പക്ഷെ അവിടെ വീണ്ടും വാദങ്ങൾ പൊളിയുകയാണ്. സംഭവം അമേരിക്കയിൽ ട്രംപ് ടൈപ്പ് ചെയ്തിരുന്ന അതേ മെസ്സേജ് ടെക്സ്റ്റ് കംപ്ലീറ്റ് അതേപടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ അസിസ്റ്റന്റ് പോസ്റ്റ് ചെയ്തതാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ഗതികേട്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ് ഓക്കെ, പാകിസ്ഥാൻ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, അവർ കോപ്പി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവർ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഒക്കെ പ്രോക്സികളായിട്ട് തന്നെ അവർ പെരുമാറത്തുള്ളൂ, അല്ലാതെ അവർക്കായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവരുടെ തലച്ചോറിലൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പലതവണ പറഞ്ഞതാണ്. പക്ഷേ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ അടപടലം പൊളിയുന്നത് ട്രംപിന്റെ പ്രതിച്ഛായയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്രംപ് ഇതേപോലെ പലതവണ ഇറാന്റെ മേളിലായിക്കോട്ടെ പല രാജ്യങ്ങൾക്കും ഇതേപോലെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പലപ്പോഴും ആ ഹൈ പ്രഷർ പോയിന്റിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. പലപ്പോഴും പല രാജ്യങ്ങൾക്കെതിരെയും ഇതേ മാതൃകയിൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും ട്രംപ് ഒരു നല്ല നെഗോഷിയേറ്ററാണ്. അപ്പൊ നെഗോഷിയേഷന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇറാനെതിരെ പലപ്പോഴായിട്ടും ഇതേപോലത്തെ ഭീഷണി ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം ട്രംപ് തന്നെ സ്വമേധയായിട്ട് പിൻവലിഞ്ഞിട്ടുണ്ട്. ഇത് 3ാമത്തെ ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഈ 3ാമത്തെ ഓപ്ഷനിലും അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു ട്രംപിന്റെ മേളിൽ, പൊളിറ്റിക്കൽ സമ്മർദ്ദം. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ വരുന്നുണ്ട്. ഈ മിഡ് ടേം ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിച്ചില്ല, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മെജോറിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് വെറും പപ്പറ്റായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ട് തുടരേണ്ടി വരും അമേരിക്കയുടെ ഉള്ളിൽ. അപ്പൊ അടുത്ത 2.5 വർഷം എന്നുള്ളത് ട്രംപിന് വലിയ തലവേദനയായിട്ട് മാറും. ട്രംപ് പാസ്സാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പോലും വിജയകരമായി പാസ്സാക്കി എടുക്കാനോ അത് പൂർത്തീകരിച്ച് നിയമമായിട്ട് നടപ്പിലാക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യം വരും. പിന്നെ എല്ലാത്തിലും കോൺഗ്രസിന്റെ അപ്രൂവൽ വേണ്ടി വരും. അപ്പൊ കോൺഗ്രസിൽ അപ്രൂവൽ ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുകയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വല്ലാത്ത രീതിയിൽ ക്ഷീണമുണ്ടാക്കും. ആ ക്ഷീണം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രംപിന്റെ അപ്രൂവൽ റേറ്റ് വളരെ കുറവാണ്. ആ ട്രംപിന്റെ അപ്രൂവൽ റേറ്റ് ഉയർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ട് ഒരു സീസ് ഫയർ വളരെ അനിവാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രഷർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന് ഒരു എക്സിറ്റ് വേണമായിരുന്നു. അങ്ങനെ ഒരു എക്സിറ്റ് പ്ലാനിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു ട്രംപ്. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ആ പോയിന്റ്. അപ്പൊ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനെതിരെ ഇത്രമാത്രം പ്രഷർ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഗാലനിൽ $4 മേളിൽ ഉയർന്നു കഴിഞ്ഞു. ഓൾറെഡി തന്നെ ട്രംപ് കാണിച്ചു വെച്ച കുറെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു, ഈ താരിഫ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഓൾറെഡി തന്നെ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല സാഹചര്യങ്ങളും ട്രംപിനെതിരാണ്. ഒരു എക്കണോമിക് ക്രൈസിസ്
അമേരിക്കയുടെ ഉള്ളിലേക്ക് ഒരു പ്രഷർ, അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ പ്രഷർ ഫീൽ ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം, മെജോറിറ്റി ജനങ്ങളിലേക്ക് ഒരു ഇൻഫ്ലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇപ്പോൾ താരിഫിന്റെ പേരിൽ കുറച്ച് ഇൻഫ്ലേഷൻ ഉണ്ട്, അത് ഓക്കെ, അമേരിക്കൻ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ ഇപ്പോൾ ഇതാ അടുത്ത ഓയിലിന്റെ പ്രൈസിൽ ഈ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുടരെ ഹൗസിംഗ് പ്രൈസിനെ കുറിച്ച് ഓൾറെഡി തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹൗസിംഗ് പ്രൈസും അമേരിക്കയിൽ വളരെയധികം ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം, അത് അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു യുദ്ധമാണ് എന്നുള്ള നിലപാടാണ് പരമാവധി അമേരിക്കൻസിനുള്ളത്. ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഫാർ റൈറ്റിൽ തന്നെ, അതേപോലെ തന്നെ മെഗാ മൂവ്മെന്റിലുള്ള ആൾക്കാരിൽ തന്നെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അത് തിരിഞ്ഞിട്ട് കുറെ നാളായി. ഒരു വിഭാഗം ഇസ്രായേലിനെ അനുകൂലിക്കുന്നതിനെ ശരിവെക്കുന്നു, മറ്റൊരു വിഭാഗം ഇസ്രായേലിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്നതിനെ ശരിവെക്കുന്നില്ല. ഇതാണ് മെഗാ മൂവ്മെന്റിൽ തന്നെ ഉള്ളിലുള്ള തർക്കം. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഒരു എക്സിറ്റ് പ്ലാൻ വേണം എന്ന് തീരുമാനിച്ചത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതിപ്പം ഷഹബാസ് ഷെരീഫ് അമേരിക്കയിൽ നിന്നും എഴുതി കൊടുത്ത ആ വരികളെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ട്രംപ് നടപ്പിലാക്കുന്ന വെടിനിർത്തലായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത 5 പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഈ 5 പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന 5 പോയിന്റുകൾ. ഇത് രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ഇസ്രായേലും ഇതിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലെ ഫ്രീ പാസേജ്. അത് ഇറാൻ ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇനി വരുന്ന ആഴ്ചകളിൽ അത് ഓപ്പൺ ആക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ച 8-ാം തീയതി പോലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയും അതേപോലെ മാറി മാറി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ലെബനന്റെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് തർക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഷഹബാസ് ഷെരീഫും ട്രംപും സംസാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ. കാരണം അവിടെ ഇസ്രായേലിന്റെ സ്റ്റേക്ക് വളരെ വലുതാണ്. ലെബനന്റെ വിഷയത്തിൽ ഇസ്രായേൽ അവരുടെ സ്റ്റേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ലെബനന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, ഇറാന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ലെബനന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു കപ്പലിന് 20 ലക്ഷം വെച്ചിട്ട് ഇറാൻ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം $90 ബില്യൺ ഈ പിരിവിലൂടെ തന്നെ ഇറാന് കിട്ടും. നമ്പർ 1 പോയിന്റ്. അതിനോടൊപ്പം അവരുടെ എണ്ണയും കൂടി അവർ വിൽക്കും. കാരണം അവർ ഉപരോധം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപരോധം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറാന് വളരെ ഫ്രീ ആയിട്ട് എണ്ണ വിൽക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ലാഭം അത് വേറെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇരട്ടി ലാഭമാണ്. അപ്പോൾ ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അനുവദിക്കില്ല, അമേരിക്കയും ഇത് അനുവദിക്കില്ല. ഇതാണ് ഏറ്റവും കീ പോയിന്റ് ഇതിനകത്ത്. പിന്നെ ഇറാൻ ചോദിച്ചിരിക്കുന്നത് യുറേനിയം എൻറിച്ച്മെന്റ്. അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടായാലും യുറേനിയം എൻറിച്ച്മെന്റ് ഫോർ അവരുടെ സിവിൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള യുറേനിയം എൻറിച്ച്മെന്റ് അത് അനുവദിക്കണം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കാനല്ല, ഞങ്ങളുടെ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇത് ശരിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അമേരിക്കയും ഇസ്രായേലും ഏതൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണോ ഇറാനെ സമീപിച്ചത്, അതേ ആവശ്യം വിത്തൗട്ട് NPT സിഗ്നേച്ചർ, അതായത് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്യാതെ തന്നെ യുറേനിയം എൻറിച്ച്മെന്റ് ഓക്കെ ആക്കി കൊടുക്കേണ്ടി വരും. ഇത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ്. അതാണ് ഇതിനകത്ത് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഒരിക്കലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ റിസോൾവ് ചെയ്യാൻ പറ്റാത്ത പോയിന്റുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നടത്തിയ യുദ്ധത്തിലൂടെ ഇറാന്റെ ഉള്ളിലേക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതിലുപരി ഒരു രാജ്യത്തിനും അവർ കോമ്പൻസേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ഇറാൻ കംപ്ലീറ്റ് സറണ്ടർ ആയിട്ട് അവരുടെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കണം. എന്നാൽ അവരൊരു പക്ഷേ കുറച്ച് പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ രാജ്യം നിങ്ങൾ റീബിൽഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് ജോ ബൈഡൻ എത്രമാത്രം പ്രൊമോട്ട് ചെയ്തിരുന്നു, എന്തുമാത്രം പോക്കറ്റ് മണികളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ഉക്രൈൻ്റെ അവസ്ഥ എന്താണ്? അമേരിക്ക അവിടെ റീബിൽഡ് ചെയ്യുന്നുണ്ടോ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ എടുത്ത് റീബിൽഡ് ചെയ്യുന്നതാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഉക്രൈനെ അതാണ് ഗതി എന്നുണ്ടെങ്കിൽ പിന്നെ ഇറാന് കോമ്പൻസേഷൻ ഇപ്പോൾ ഉടനെ കൊടുക്കും. അടുത്ത പോയിന്റ്, ഫ്യൂച്ചറിൽ നോ മോർ അറ്റാക്സ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാലും ശരി തന്നെ, അമേരിക്കയുടെ ഭാഗത്തു നിന്നാലും ശരി തന്നെ, ആരും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഈ പോയിന്റ് എഴുതി കൊടുക്കാൻ പറ്റുന്നത്? അതിനെ ഇറാൻ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇറാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ അവരുടെ ഐഡിയോളജി, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ടുള്ള അവരുടെ ഐഡിയോളജി ഉണ്ടല്ലോ, ആ ഐഡിയോളജി കാർഡ് അവർ ഇറക്കാതിരിക്കണം. ഐഡിയോളജി കാർഡ് ഇറക്കാതിരിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ഇറാന്റെ മേളിൽ ഇനി ആക്രമണങ്ങൾ നടത്തില്ല എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റുക? അതും ഒരു രാജ്യവും കൊടുക്കില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്, സാങ്ഷൻസ് എടുത്തു മാറ്റുന്നത്, ഉപരോധങ്ങൾ എടുത്തു മാറ്റുക. ഇറാന്റെ മേളിൽ നിലവിൽ നിലനിൽക്കുന്ന എല്ലാ ഉപരോധങ്ങളും എടുത്തു മാറ്റുക എന്നുള്ളത്, ഇതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്.
ഇതിനകത്ത് എവിടെയും ഇത് ഇറാൻ പ്രപ്പോസ് ചെയ്ത പോയിന്റിലും അമേരിക്ക പ്രപ്പോസ് ചെയ്ത പോയിന്റിലും എവിടെയും നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഇറാൻ സൈൻ ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് എഴുതി ചേർത്തിട്ടില്ല. ഇതാണ് ഇതിലെല്ലാം കോമഡി. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഒരു കംഫർട്ടബിൾ ബ്രേക്ക് അതാണ് ഈ യുദ്ധത്തിന്റെ ഇടയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കംഫർട്ടബിൾ ബ്രേക്ക് എടുക്കാൻ മാത്രം യുദ്ധം അത്രമാത്രം നീണ്ടുപോയോ, മാസക്കണക്കിൽ നടന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 40 ദിവസം ആയിട്ടുള്ളൂ, വളരെ ഷോർട്ട് പീരീഡിലാണ്. പക്ഷേ ആക്രമണങ്ങൾ ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് നടത്തേണ്ട അറ്റാക്കാണ്, ഡിസ്ട്രക്ഷനാണ് ഇറാന്റെ ഉള്ളിൽ വെറും 40 ദിവസം കൊണ്ട് നടത്തി തീർത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. യുദ്ധം നല്ലതല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ഗ്യാപ്പ്, ഒരു കംഫർട്ടബിൾ ഗ്യാപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അമേരിക്ക, പ്രത്യേകിച്ച് ഇസ്രായേലും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉപരിയായിട്ട് വെപ്പൺ റീലോഡ് ചെയ്യുന്നത് ഒരു വിഷയമല്ല. യുദ്ധത്തിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് യുദ്ധം തുടങ്ങിയത്. ഇനി ഇതിനകത്ത് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായ ഒരു ഉയർച്ച അത് വളരെ നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. നിഫ്റ്റി 24,000 പോയിന്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ ഉള്ളിലും ഇതേപോലെ എണ്ണ വില കുറയാനും അവർക്ക് തന്നെ ഒരു സ്വയം പരിശോധന, നമ്മളുടെ എക്കണോമിക് ലെവല് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, യുദ്ധം നടത്തിയത് കൊണ്ട് നമ്മൾ തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ഉള്ള ഒരു നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടോ, ഇതിനെല്ലാം കൂടി ചേർത്തൊരു വിലയിരുത്തലാണ് ഇപ്പോഴത്തെ ഒരു ബ്രേക്ക്. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കപ്പലുകളെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടിയാവാം. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ തുറന്നിട്ടില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കപ്പലുകളെല്ലാം അതാത്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇപ്പം നിരവധി കപ്പലുകൾ കിടക്കുന്നത് കൊണ്ട് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവര് ദിവസേന ഓരോ കപ്പലുകളായിട്ട് ഇറാൻ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വലിയ നഷ്ടം തന്നെയായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് ഈ കപ്പലുകളൊക്കെ ഒന്ന് കടന്നു പോകും. അപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടത്തിന്റെ കണക്കുകൾ ഒന്ന് വിലയിരുത്താനുള്ള ഒരു സമയം കൂടിയാണിത്. അതിനോടൊപ്പം അടുത്ത 4th ലെവൽ ഓഫ് റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ഇല്ല. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് അവിടെ തീരുമാനിക്കപ്പെടും. ഇപ്പൊ നിലവിലെ മുജ്തബ ഖൊമനേയി കോമ സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. അൺകോൺഷ്യസിലാണ് മുജ്തബ ഖൊമനേയി. കോം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. ഇപ്പം ഡിസിഷൻ മേക്കിങ്ങിൽ മുജ്തബ ഖൊമനേയി പങ്കെടുക്കുന്നില്ല. അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ആരാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവും പുറം ലോകത്തേക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. ഇറാന്റെ ഉള്ളിൽ തീരുമാനം എടുക്കുന്നത് ഡിസിഷൻ മേക്കർ എന്നുള്ളതിൽ വലിയൊരു നിഗൂഢതയുണ്ട്. ഇപ്പം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ആണെന്നുണ്ടെങ്കിൽ IRGCയോടുള്ള വിയോജിപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നിലവിലെ ഇറാന്റെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പൊ ഇപ്പം നിലവിലുള്ള ഈ ഒരു സീസ് ഫയർ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ്. റെജുവിനേറ്റ് ആവാനുള്ള, എണ്ണ റിസർവ് ചെയ്യാനുള്ള, അതായത് എണ്ണ വില കുറയും. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് വേണ്ട എണ്ണ വാങ്ങി, പ്രത്യേകിച്ച് യൂറോപ്പ് അവർക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ വാങ്ങിക്കൂട്ടും. അതേപോലെ ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യയിൽ 2 മാസത്തെ സ്റ്റോക്ക് ഉണ്ട്, വേണ്ടി വന്നാൽ നമ്മൾ വീണ്ടും ഒരു 2 മാസത്തെ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ പല രാജ്യങ്ങളും അവർക്ക് വേണ്ട എനർജി പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ മേളിൽ പറഞ്ഞ ഒരു 5 പോയിന്റുകളിൽ ഇറാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം വീണ്ടും തുടങ്ങും. അപ്പൊ അങ്ങനെ യുദ്ധം വീണ്ടും തുടങ്ങിയാൽ അമേരിക്ക ഇറാനിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള അറ്റാക്ക് ആയിരിക്കും നടത്തുന്നത്. സൗദി അറേബ്യ അവർക്ക് പാകിസ്ഥാനിൽ നിന്നും കിട്ടാനുള്ള $6.3 ബില്യൺ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ യു എയും അവർക്ക് കിട്ടാനുള്ള പൈസ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ, ഇത്രയും രാജ്യങ്ങൾ ഇവിടെ ഇരിക്കെ പാകിസ്ഥാൻ എന്തുകൊണ്ട് മീഡിയേറ്റ് ചെയ്തു? പാകിസ്ഥാന്റെ മീഡിയേഷന് ആരാണ് ആവശ്യപ്പെട്ടത്? ശരിയാണ്, നിങ്ങൾ സമാധാന ചർച്ച എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പേരിന് 1-2 ആൾക്കാർ വന്ന് അറ്റൻഡ് ചെയ്യും. അതിലുപരിയായിട്ട് മീഡിയേഷൻ നടപ്പിലാക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പെരുമാറ്റം. കാരണം പാകിസ്ഥാൻ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ വിലയിരുത്തൽ. അറബ് രാജ്യങ്ങളുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത്, ഈ ഡിപ്ലോമസി മനസ്സിലാക്കാതെ പാകിസ്ഥാൻ ഇറങ്ങി കളിച്ചതിന്റെ തിരിച്ചടി പാകിസ്ഥാന് കിട്ടാൻ പോകുന്നു. അറബ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം നിർത്തിക്കൂടാ? അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് യുദ്ധം നിർത്താതിരുന്നത്? അവരുടെ രാജ്യത്തിനുള്ളിലേക്ക് മിസൈലുകൾ വന്ന് വീണിട്ടും അവര് യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഉള്ളില് ഒരു വ്യത്യസ്തമായ ഒരു ഡിപ്ലോമസി ഉണ്ട്. അത് വായിച്ചെടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വരിഞ്ഞു മുറുക്കാൻ പോകുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ അതിന്റെ സൂചനയായിട്ടാണ് സൗദി അറേബ്യയും UAEയും കടം കൊടുത്ത പൈസ ഉടനെ തന്നെ തിരിച്ചു വേണം എന്നുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത് പാകിസ്ഥാന് ചൈനയും അമേരിക്കയും കൂടി സഹായിച്ച് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട കടം വീട്ടുമായിരിക്കും, നമുക്കറിയില്ല. എനിവേ, ഇതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. ചൈനയും അതേപോലെ പാകിസ്ഥാന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കുന്ന അസീം മുനീർ ചൈനയുമായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് വരുത്തിയിട്ടുണ്ട് പുള്ളിയുടെ കാലയളവിൽ.
അത് ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ചൈനയുടെ പല പ്രോജക്റ്റുകളും ഹാഫ് വേയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. ചൈന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ആവർത്തി പാകിസ്ഥാനുമായിട്ട് ഇൻഡയറക്ട്ലി സംസാരിച്ച് കഴിഞ്ഞു. പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. കാരണം ചൈനയ്ക്കും പാകിസ്ഥാൻ പണം കൊടുക്കാനുണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാൻ സിംപ്ലി അമേരിക്കയുടെ മൗത്ത് പീസായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പൊതുവിൽ മീഡിയകളിൽ നറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള മീഡിയേഷൻ വഹിച്ചത് JD വാൻസും അതേപോലെ മാർക്കോ റൂബിയോയുമാണ്, അല്ലാതെ പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാനെ അമേരിക്ക ജസ്റ്റ് ഒരു പേരിന് വേണ്ടി യുദ്ധം നടത്തുന്ന അമേരിക്ക തന്നെ നേരിട്ട് സീസ് ഫയർ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അത് തോൽവിയായിട്ട് കരുതപ്പെടും. അതുകൊണ്ടാണ് ട്രംപ് പാകിസ്ഥാനെ വെച്ചിട്ട് ആ പ്രഖ്യാപനം നടത്തിയത്. ഇനി നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു ചെറിയ അപ്ഡേറ്റ്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ക്രൈമിയയുടെ ഭാഗത്ത് ഫിയോഡോഷിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓയിൽ റിഫൈനറിയുടെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഓയിൽ റിഫൈനറിയാണ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഫ്യൂൽ ടാങ്കുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 2 ഫ്യൂൽ ടാങ്കുകൾ അവിടെ നിന്ന് കത്തുകയാണ്. ആ കത്തുന്നതിന്റെ ഫയർ വിസിബിൾ ഫ്രം 2 കിലോമീറ്റേഴ്സ് അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കിലോമീറ്ററിന്റെ അപ്പുറത്ത് നിന്ന് വരെ അത് വിസിബിൾ ആയിരുന്നു. ആ മാതൃകയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഉക്രൈൻ അവിടെ നടത്തിയത്. ഫിയോഡോഷിയ മെറൈൻ ഓയിൽ ടെർമിനലിന്റെ നേരെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് ഉക്രൈനിന്റെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 176 ഡ്രോണാണ് ഉക്രൈനിന്റെ മേളിലേക്ക് റഷ്യ അയച്ചത്. അതിൽ 146 എണ്ണം ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 ഡ്രോണുകൾ 12 ലൊക്കേഷനിലായിട്ട് പതിച്ചിട്ടുണ്ട്. സെബ്രേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡേഷ റീജിയനിൽ ഫാർ സൗത്ത് ഏരിയ ഫോക്കസ് ചെയ്ത് റഷ്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഡാമേജിങ് പോർട്ട് ആൻഡ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, റെസിഡൻഷ്യൽ മേഖലയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ക്ലെയിമാണ്. അതിലുപരിയായിട്ട് പോർട്ട്, അവിടെ ഒരു സീ പോർട്ട് ഉണ്ട്, ആ സീ പോർട്ട് കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. വെയർ ഹൗസും യൂട്ടിലിറ്റി ബിൽഡിങ്ങും ഡാമേജ് ആയിട്ടുണ്ട്. ഇതാണ് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. എനിവേ, വളരെ വിശദമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.